തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭാ Sri Tiruvanjur Radhakrishnan is declared elected as Speaker of 16th Kerala Legislative Assembly. തിരുവഞ്ചൂരിന് കിട്ടിയത് 101 വോട്ടുകൾ. AC മൊയ്തീന് 35 വോട്ടും BB ഗോപകുമാറിന് 3 വോട്ടും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. നിയമസഭാ കക്ഷി നേതാവ് ആരാകണമെന്നതിൽ BJPയിൽ തർക്കം തുടരുന്നു. ആവശ്യത്തിൽ ഉറച്ച് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും. വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ. മലയിടം തുരുത്തുന്നതി ഒഴിപ്പിക്കലിൽ കോടതിയോട് സാവകാശം തേടി സർക്കാർ. കോടതിയെ സാഹചര്യം ബോധ്യപ്പെടുത്താൻ നീക്കം. റോജി എം ജോണിനെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി. അഭിഭാഷക കമ്മീഷന് കച്ചവട താൽപര്യമെന്ന് PV ശ്രീനിജൻ. നവകേരള യാത്രക്കിടയിലെ അക്രമത്തിൽ പ്രാഥമിക അന്വേഷണവും അട്ടിമറിച്ചതായി കണ്ടെത്തൽ. കേസ് ഡയറി തിരുത്തിച്ചെന്നും മൊഴി. ഇടപെട്ടത് ഉന്നത ഉദ്യോഗസ്ഥരെന്നും കണ്ടെത്തൽ. SIT അന്വേഷണം തുടരുന്നു. വിവാദ ഉദ്യോഗസ്ഥനായ സന്ദീപ് പിണറായിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കാതെ CPM. അപേക്ഷ 4 തവണ നിരസിച്ചു. തിരുവനന്തപുരം DC ബ്രാഞ്ച് അംഗത്വം മരവിപ്പിച്ചത് ലഹരിക്കേസിൽ കുരുങ്ങിയപ്പോൾ. കുറ്റവിമുക്തനായിട്ടും പരിഗണിക്കാതെ പാർട്ടി. മോഡലിംഗ് സെക്സ് റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരൻ ബിലാൽ. യുവതികളെ ദുബായിലേക്ക് എത്തിച്ചാൽ കിട്ടുക ആളൊന്നിന് 1 ലക്ഷം വരെ. സിന്ധുവുമായി ബിലാൽ പരിചയത്തിലായത് ദുബായിൽ വെച്ച്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം അയച്ചതിനും തെളിവുകൾ. തെക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ തുടരും. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം വൈകുന്നു. നടപടികൾ പുരോഗമിക്കുകയാണെന്ന് നിയമസഹായ സമിതി. 20 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയായത് കഴിഞ്ഞ ദിവസം. ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം ശരിയാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. സ്വർണ്ണക്കൊള്ളയിലെ SIT തുടരന്വേഷണത്തിൽ തീരുമാനം. സിസ്റ്റം ശരിയാക്കാനാണല്ലോ ഗവൺമെന്റ്. സിസ്റ്റം ശരിയല്ല നമ്മൾ പറയുമ്പോൾ ആ സിസ്റ്റം ശരിയാക്കേണ്ടതാരാ? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ദേവസ്വം വകുപ്പിന്റെ കാര്യം കൂടി എടുത്താൽ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. SITയിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ SIT പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഗവൺമെൻറ് മാറിയ സാഹചര്യത്തിൽ ഞങ്ങളാരും അത് അന്വേഷണത്തിൽ ഇടപെടില്ല. പക്ഷേ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. ജാതിപ്പേര് വിവാദത്തിൽ BD സതീശനെ കല്ലെറിയുന്നവർ വഷളാകുമെന്നും മുരളീധരൻ ന്യൂസ് 18നോട്.